ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുരാരി ബാബുവുമായി SIT റാന്നിയിലേക്ക് പോവുകയാണ്. കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യം കോടതിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും. ഒരുപാട് കാര്യങ്ങളുടെ ചുരുളഴിക്കാനുണ്ട്. ഈ ഗൂഢാലോചനയിൽ ഉദ്യോഗസ്ഥ തലത്തിലെ പ്രധാനി എന്ന് കരുതുന്ന മുരാരി ബാബുവിൽ നിന്ന് ഇതിനോടകം നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട്, നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലേക്കും അറസ്റ്റിലേക്കുമൊക്കെ വൈകാതെ അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് മുമ്പിലുണ്ട്. 2 കേസുകളിലായി പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് മുമ്പിലുണ്ട്. 2 കേസുകളിലും മുരാരി ബാബു 2ാം പ്രതിയാണ്. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ഇന്ന് ചോദ്യം ചെയ്ത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. മനീഷ്, ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണോ റാന്നിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് മനീഷ്? റിജിത്ത്, കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് നിന്ന് റാന്നി കോടതിയിലേക്ക് എത്തിച്ചത് ഏകദേശം 2 മണിക്കൂർ കൊണ്ടാണ്. അതേസമയം പക്ഷേ ഇവിടെ ഉണ്ടെങ്കിൽ കൂടി അവിടെ 5 മണിക്ക് മുമ്പ് റാന്നി കോടതിയിൽ എത്തുകയില്ല. അങ്ങനെയെങ്കിൽ അവിടെ റാന്നിയിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ നേരത്തെ തന്നെ മജിസ്ട്രേറ്റിന്റെ സൗകര്യം ചോദിച്ച ശേഷമായിരിക്കും അന്വേഷണ സംഘം ഇവിടെ നിന്നും ഈ മുരാരി ബാബുവായിട്ട് നിലവിൽ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 മണി പൂർത്തീകരിക്കുകയാണെങ്കിൽ അവിടെ മജിസ്ട്രേറ്റിന് മുൻപിൽ നേരിട്ട് വീട്ടിലേക്ക് എത്തിച്ച് ഹാജരാക്കുമായിരിക്കും. എന്നാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ അന്വേഷണ സംഘം നൽകും. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരും ഈ 2 പേരെ ഒരുമിച്ച് ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് ഏകദേശം മണിക്കൂറുകൾ 4-5 മണിക്കൂർ നേരം ഈ 2 പേരെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുരാരി ബാബുവിനെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് ഈ മുരാരി ബാബുവിനെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ മെഡിക്കൽ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ മുരാരി ബാബുവിന്റെ മുൻപിൽ മാധ്യമങ്ങൾ ചില വിവരങ്ങൾ ആരായുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പ്രതികരണം ചോദിക്കുന്നുണ്ട്. പക്ഷേ മൗനം മാത്രമാണ് ഇപ്പോൾ മുരാരി ബാബുവിന് ഉള്ളത്. അല്ലാതെ മറ്റൊരു കാര്യം അദ്ദേഹം പ്രതികരിക്കുന്നില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പല കുറി ഈ മുരാരി ബാബുവിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ താൻ നിരപരാധിയാണ്, താൻ 2019 ഈ കേസുമായി ബന്ധപ്പെട്ട സമയത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനല്ല, തനിക്ക് മറ്റ് ചില നിയോഗമായിരുന്നു ഉണ്ടായിരുന്നത്, തനിക്ക് മറ്റ് ചില കാര്യങ്ങളിലെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലും ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസിന് മുൻപിലും അത്തരത്തിലുള്ള മൊഴികളായിരുന്നു ഈ മുരാരി ബാബു നൽകിയത്. പക്ഷേ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ച ശേഷം പിന്നീട് മുരാരി ബാബു മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല. അങ്ങനെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന് ശേഷം പിന്നീട് മൗനത്തിലായ മുരാരി ബാബുവിന് ഇപ്പോഴെന്ത് പറയാനുണ്ട്? ഇന്ന് രാവിലെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പല കുറി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം. അതിലൊക്കെ തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലെ കേസുമായി ബന്ധപ്പെട്ട മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുരാരി ബാബുവിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി അന്വേഷണ സംഘം എത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ തന്നെ അടിസ്ഥാനത്തിൽ SIT നിലവിലുള്ള ബോർഡിന്റെ നടപടികൾ കൂടി പരിശോധിച്ച് തുടങ്ങിയിരുന്നു. കോടതി പരാമർശത്തിന് പിന്നാലെ നിലവിലെ ബോർഡ് കൂടി പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്, പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഗൂഢാലോചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി, ഉദ്യോഗസ്ഥ തലത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമായി എന്ന് സംശയിക്കുന്ന മുരാരി ബാബുവുമായാണ് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് നടന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പമിരുത്തിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കുറച്ചു ഭാഗമെങ്കിലും കണ്ടെടുക്കുന്നതിനുള്ള നീക്കങ്ങളും സമാന്തരമായി SITയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. ഒന്ന് ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ. മറ്റൊന്ന് ഈ ഗൂഢാലോചന പാർട്ടിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ ഉന്നതർ അതിന്റെ ഭാഗമായിട്ടുണ്ട്, നിലവിലെ ബോർഡ് കൂടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തിന് വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. SITയുടെ നീക്കങ്ങൾ, തുടർ നീക്കങ്ങൾ നിർണായകമാണ്. തെളിവെടുപ്പും ഒപ്പം തൊണ്ടി മുതൽ കണ്ടെത്തലുമാണ് ഇനി നിർണായകമായി മാറുന്നത്. തെളിവെടുപ്പിൽ തന്നെ സംസ്ഥാനത്തിന് പുറത്ത് ഹൈദരാബാദിലും ചെന്നൈയിലും ബംഗളൂരുവിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ്? കൽപേഷിന്റെയും നാഗേഷിന്റെയും ഒക്കെ പങ്ക് എങ്ങനെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരുടെ ബന്ധമെന്താണ്? ഈ മുൻ ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായുള്ള നിർണായകമായ നീക്കങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ ആദ്യ അറസ്റ്റ് എന്നുള്ള നിലയിൽ മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുക്കുന്നു, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം നേരത്തെ അറസ്റ്റിലായ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമിരുത്തി ഇക്കാര്യങ്ങളിൽ വ്യക്തത തേടുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ. മനീഷ്.
റിജിത്ത്, നിലവിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതരായിട്ടുള്ള മുരാരി ബാബുവിൽ മാത്രം അറസ്റ്റ് ഒതുങ്ങുകയില്ല എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നത് ഈ 2019 ബന്ധപ്പെട്ട ഗൂഢാലോചന നടക്കുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഈ കേസിലെ പ്രതിയാണ്. പക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മുരാരി ബാബുവിലോ ഒതുങ്ങുന്ന സംഭവമല്ല. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ആ ക്ഷേത്രം നിലനിൽക്കുന്ന സംസ്ഥാനത്തിലേക്ക് പുറത്തേക്കടക്കം പ്രധാനപ്പെട്ട ദ്വാരപാലക ശില്പത്തിലെ അടക്കം ശില്പങ്ങളും അതിന്റെ വാതിൽപ്പടിയിലെ അതിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലെ അടക്കം സ്വർണം കടത്തിക്കൊണ്ടുപോയി കൈമാറ്റം ചെയ്യപ്പെട്ട് അത് കൊള്ളയടിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തെ മന്ത്രിസഭയ്ക്കും ദേവസ്വം ബോർഡിനും അതിന്റെ അധികാരികൾക്കും ഒക്കെ തന്നെ ഇതിന് കൃത്യമായ പങ്കുണ്ട്. ഈ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമായ അറിവുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന എൻ വാസുമടക്കം ഈ കേസിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ്. അങ്ങനെ രണ്ടാമത്തെ എഫ്ഐആറിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും വാസുവും പ്രതിയാകുമ്പോൾ അതിലെ തന്നെ ദേവസ്വം ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരാണ് മുരാരി ബാബു. അങ്ങനെയെങ്കിൽ മുരാരി ബാബു പറഞ്ഞിട്ടുള്ള മൊഴികളിൽ ഇത്തരത്തിലുള്ള ഉന്നതരായിട്ടുള്ള ആരുടെയെങ്കിലും പങ്കിനെ പറ്റിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഇനി താൻ കുടുങ്ങിപ്പോയി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബു ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ വളരെ സുപ്രധാനമായ വിവരങ്ങളും പല നിർണായകമായ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഈ രണ്ടുപേരെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഹൈദരാബാദിലെയും ഒപ്പം തന്നെ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് നടത്തിയിരുന്നില്ല. പക്ഷേ മുരാരി ബാബു കൂടി എത്തട്ടെ, മുരാരി ബാബു കൂടി എത്തിയ ശേഷം അതിനുശേഷം മാത്രം മതി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നുള്ള അന്വേഷണമെന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടാകാം. അതായിരിക്കാം ഇപ്പോൾ മുരാരി ബാബുവിന്റെ കസ്റ്റഡിക്ക് വേണ്ടി കൂടി കാത്തിരുത്തു. ഇന്നലെ നാടകീയമായിട്ടാണ് മുരാരി ബാബുവിനെ ഇന്നലെ കസ്റ്റഡി എടുത്തത്. നേരത്തെ സാധാരണ ഇതിലൊക്കെ നോട്ടീസ് കൊടുത്താൽ വരുന്ന അല്ലെങ്കിൽ നോട്ടീസ് അടക്കമുള്ള നടപടി കൊടുത്താൽ അങ്ങനെ ഹാജരാകേണ്ട രീതിയിലേക്ക് കടക്കാതെ നേരിട്ട് നാടകീയമായി പെരുന്നയിലെ വീട്ടിൽ വെച്ചാണ് മുരാരി ബാബുവിനെ കസ്റ്റഡി എടുക്കുകയും രാവിലെയോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുരാരി ബാബുവിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിൽ ഈ മൊഴിയിലെ വൈരുദ്ധ്യമായിരിക്കും അന്വേഷണ സംഘം അന്വേഷിക്കുക. എന്താണെങ്കിലും ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതിൽ ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘവുമായി മുരാരി ബാബുവിന്റെ പങ്ക് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്ന് എന്താണെങ്കിലും റാന്നി കോടതി നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ റാന്നിയിൽ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കിക്കൊണ്ടായിരിക്കും മറ്റു കോടതി നടപടികൾ നടക്കുക. അവിടെ കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷമായിരിക്കും മുരാരി ബാബുവിനെ കസ്റ്റഡിയിലേക്ക് വീണ്ടും തിരികെ ഈഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതാ ഒക്ടോബർ 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ള കസ്റ്റഡി കാലാവധി. എങ്ങനെയെങ്കിൽ എത്ര ദിവസത്തേക്കായിരിക്കും മുരാരി ബാബുവിന് വേണ്ടി കസ്റ്റഡിയിൽ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുക എന്നതുകൂടി നോക്കി കാണേണ്ടത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മുരാരി ബാബു എന്ന ഈ കേസിലെ പ്രധാനി, ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ പ്രധാനി, ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതനായിട്ടുള്ള മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ കോട്ടയത്ത് ദേവസ്വം ബോർഡ് ജീവനക്കാരനെ ജോലി ചെയ്യവേ ആ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തായിരുന്നു ദേവസ്വം ബോർഡ് നടപടിയെടുത്തത്. എന്താണെങ്കിലും ഒരാളും രക്ഷപ്പെടുകയില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ സ്വർണം എടുത്തിട്ടുള്ള ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കളവ് നടന്നപ്പോൾ 2019 സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോയി കൈമാറ്റം ചെയ്യുമ്പോൾ ചെമ്പുപാളി എന്നും ഒപ്പം തന്നെ ദേവസ്വം മാനുവലും ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക്, അതും ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും വസ്തുവകകൾ ആ സന്നിധാനത്ത് വെച്ച് തന്നെ കൈമാറ്റം ചെയ്യുക, അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ദേവസ്വം മാനുവൽ നിലനിൽക്കെ ആ ദേവസ്വം മാനുവലിന്റെ ലംഘനം കൃത്യമായി നടത്തിയത് എന്തുകൊണ്ട് വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അറിഞ്ഞിരുന്നില്ല? അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിനെ അടക്കം വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്വർണ്ണ വിവാദമായി മാറി. അത് രാഷ്ട്രീയമായി ഏറ്റെടുക്കാൻ BJP കൂടെ തയ്യാറാകുന്നു. 24-ന് സെക്രട്ടേറിയറ്റ് അടക്കം വളഞ്ഞുകൊണ്ട് BJP വലിയ, അതായത് ഈ സ്വർണ്ണക്കടത്ത് നേരത്തെ സ്വപ്ന സുരേഷ് ഈ സോളാർ വിവാദത്ത് കാലത്തൊക്കെ തന്നെ CPM നടത്തിയ സമരം പോലെ സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരത്തിലേക്ക് BJP കൂടെ കടക്കുകയാണ്. അങ്ങനെ സർക്കാരിനെതിരെ വലിയ ആയുധമാക്കി ഈ ശബരിമല വിഷയം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് വിഷയം മാറ്റുന്നു. പക്ഷേ അതിൽ നേരത്തെയുള്ള ഭരണസമിതിയിലെ പ്രസിഡന്റുമാർക്കടക്കം പങ്കുണ്ട്. UDF ഭരണകാലത്തും പല അഴിമതികൾ നടന്നിട്ടുണ്ട്. 998 വിജയമല്ലി ഇവിടെ 30 കിലോഗ്രാം സ്വർണം പൂശിയത് മുതലുള്ള പല കാര്യങ്ങളിലും അന്വേഷണം വേണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം.
അപ്പോഴിതാ മുരാരി ബാബുവിനെ പോലുള്ള എത്ര ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ട് എന്നതാണ് ബോധ്യമാകേണ്ടത്. എന്താണെങ്കിലും മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോഴിതാ മെഡിക്കൽ നടപടി നടക്കുന്നു. ഇന്ന് വൈകിട്ട് റാന്നിയിൽ എത്തിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും. അവിടെ എത്തിയ ശേഷം അന്വേഷണ സംഘം മുരാരി ബാബുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെടും. സ്വാഭാവികമായി തന്നെ കസ്റ്റഡി കോടതി അംഗീകരിക്കാനാണ് ഏറ്റവും സാധ്യത. മുരാരി ബാബു സ്വാഭാവികമായി തന്നെ ജാമ്യാപേക്ഷ നൽകാൻ സാധ്യതയും കുറവാണ്. അങ്ങനെയെങ്കിൽ എത്ര ദിവസത്തേക്കായിരിക്കും മുരാരി ബാബുവിന്റെ കസ്റ്റഡി അന്വേഷണ സംഘം ആവശ്യപ്പെടുകയെന്നും മുരാരി ബാബുവിനെ ഇനി തിരിച്ച് ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് എത്തിക്കുമോ, ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇയാൾ അവസാനമായി ജോലി ചെയ്ത സ്ഥലത്തേക്ക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തെളിവെടുപ്പിനെ അടുത്ത ദിവസം കൊണ്ടുപോകും എന്നതാണ് നോക്കിക്കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.